Hi all. So ഇന്നത്തെ സെഷനിൽ നമ്മുടെ ഡെമോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ വാട്ട് ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ? എക്സ്പ്ലെയിൻ ദ precedence graph algorithm for testing conflict serializability. Determine whether the following schedule is conflict serializable. If yes, find an equivalent serial schedule. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഷെഡ്യൂൾ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ സ്റ്റാർട്ടിങ് നമുക്ക് എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, ദെൻ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള അൽഗോരിതം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ? ഒരു ഷെഡ്യൂൾ എസ് എന്നുള്ള ഒരു ഷെഡ്യൂളിനെ നമ്മൾ എപ്പോഴാണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയാം? ഇഫ് ഇറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ് ടു സം സീരിയൽ ഷെഡ്യൂൾ എസ് ഡാഷ്. സോ എന്താണ് കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ്? കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ് മീൻസ് വി ക്യാൻ reorder the non-conflicting operations in S until we form the equivalent serial schedule S dash. അതായത് അതിലുള്ള നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന് റീഓർഡർ ചെയ്തിട്ട് ഒരു സീരിയൽ ഷെഡ്യൂൾ ആക്കാൻ പറ്റണം. ഓക്കെ, അതായത് അതിന് സീരിയൽ ഷെഡ്യൂളിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടും ഈ ഒരു ഓർഡറിലുള്ള ഔട്ട്പുട്ടും സെയിം ആവുന്ന വിധത്തിൽ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? അതൊരു കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ആണെന്ന് പറയാം. സോ എന്താണ് നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്താണ്? അതാദ്യം നോക്കാം. Two operations in a schedule are said to conflict if they satisfy all three of the following conditions. രണ്ട് ഓപ്പറേഷൻസ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആണെന്ന് എപ്പോഴാണ് പറയാം? ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ, ദി ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ്. രണ്ട് ഓപ്പറേഷൻസും 2 ഡിഫറെൻറ്റ് ട്രാൻസാക്ഷനിലുള്ള ഓപ്പറേഷൻസ് ആയിരിക്കണം. ദ ആക്സസ് ദ സെയിം ഐറ്റം എക്സ്. രണ്ടും ആക്സസ് ചെയ്യുന്ന ഐറ്റം സെയിം ആയിരിക്കണം. ദെൻ തേർഡ് കണ്ടീഷൻ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഓപ്പറേഷൻ ഈസ് റൈറ്റ് ഓപ്പറേഷൻ. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ 2 ഓപ്പറേഷൻസും എന്താണ്? കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആണ്. ഒരു ഷെഡ്യൂളിൽ ഏതെങ്കിലും 2 ഓപ്പറേഷൻസ് എടുക്കുക, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആണ്, സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നോൺ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഷെഡ്യൂൾ ഒന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഷെഡ്യൂളിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് 2 എലമെൻറ്റ്സ് നോക്കിയാൽ അറിയാം. R1 ഓഫ് എക്സ്, R2 ഓഫ് എക്സ്. ഇത് ട്രാൻസാക്ഷൻ T1 എന്നുള്ള ട്രാൻസാക്ഷനിലുള്ള ഓപ്പറേഷനാണ്, ഇത് T2 എന്നുള്ള ട്രാൻസാക്ഷനിലുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ദേ ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ്. ബട്ട് ദ നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? ദേ ആക്സസ് ദ സെയിം ഐറ്റം. യെസ്, ഇതും എക്സ് ആണ് റീഡ് ചെയ്യുന്നത്, ഇതും എക്സ് ആണ് റീഡ് ചെയ്യുന്നത്. തേർഡ് കണ്ടീഷൻ എന്തായിരുന്നു? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഓപ്പറേഷൻ ഈസ് റൈറ്റ്. ആണോ? അല്ല, രണ്ടും റീഡ് ഓപ്പറേഷൻസ് ആണ്. സോ ഫസ്റ്റ് 2 operations R1 of x, R2 of x, they are non-conflicting operations ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളിൽ വരുന്നത്? കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആവണമെങ്കിൽ ഇറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ് ടു സം സീരിയൽ ഷെഡ്യൂൾ ആയിരിക്കണം. ദറ്റ് ഈസ് വി ക്യാൻ റീഓർഡർ ദ നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഇൻ എസ്. അപ്പോൾ ഈ നോൺ കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസിനെ റീഓർഡർ ചെയ്ത് എഴുതാൻ പറ്റണം അൺടിൽ വി ഫോം എ ഇക്വലൻറ്റ് സീരിയൽ ഷെഡ്യൂൾ. ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സീരിയൽ ഷെഡ്യൂൾ, അതായത് ആ സീരിയൽ ഷെഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്താലും ഈ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്താലും ഔട്ട്പുട്ട് സെയിം ഔട്ട്പുട്ട് വരുന്ന രീതിയിൽ റീഅറേഞ്ച് ചെയ്തിട്ട് വയ്ക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ്. അപ്പോൾ ഈ നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. R2 ഓഫ് എക്സ്, R1 ഓഫ് എക്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു ഇക്വലൻറ്റ് സീരിയൽ ഷെഡ്യൂളിൻ്റെ ഇതിലേക്ക് ഫോം എത്തിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ഇക്വലൻറ്റ് എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഓക്കെ, നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ precedence graph algorithm for testing conflict serializability. സോ നമുക്ക് അൽഗോരിതം ഇവിടെയുണ്ട്. സോ precedence ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് തന്നെ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വി ഹാവ് ടു കൺസ്ട്രക്ട് എ precedence ഗ്രാഫ്. ഒരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണം. ദറ്റ് ഈസ് സീരിയലൈസേഷൻ ഗ്രാഫ് എന്നും പറയും. ഇറ്റ് ഈസ് എ ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് n നോട്ട്സ്. n നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷെഡ്യൂളിൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടോ അത്രയും നോട്ട്സ് അവിടെ ആ ഗ്രാഫിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ n ട്രാൻസാക്ഷൻസ് ആണ് ഷെഡ്യൂളിലെങ്കിൽ n നോട്ട്സ് അവിടെ ഉണ്ടായിരിക്കും. ദെൻ സെറ്റ് ഓഫ് എഡ്ജസ് അവിടെ ഉണ്ടായിരിക്കും. ഡയറക്റ്റഡ് എഡ്ജസ് നമ്മൾ വരയ്ക്കുന്നുണ്ടാവും. ഓക്കെ, സോ എന്താണ് അൽഗോരിതം നോക്കാം. ടെസ്റ്റിംഗ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ഓഫ് എ ഷെഡ്യൂൾ എസ്.
For each transaction TI participating in the schedule, create a node labeled TI in the precedence graph. ഷെഡ്യൂളിൽ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടോ അത്രയും നോഡ് നമ്മൾ പ്രസിഡൻസ് ഗ്രാഫിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഫോർ ഈച്ച് കേസ്, ഈ 3 കേസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിൻ്റെ കണ്ടീഷനാണ്. കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്തായിരുന്നു? 2 ഓപ്പറേഷൻസ് എപ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആവാം? ദി ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ആയിരിക്കണം. ആക്സസ് സെയിം ഐറ്റം. ദെൻ തേർഡ് കണ്ടീഷൻ, അറ്റ്ലീസ്റ്റ് 1 റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് വരുമ്പോൾ എല്ലാം നമ്മൾ ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എഡ്ജ് ക്രിയേറ്റ് ചെയ്യും ഫ്രം TI to TJ ഇൻ ദ പ്രസിഡൻസ് ഗ്രാഫ്. അപ്പോൾ ഈ ഫോർ ഈച്ച് കേസ് ഇൻ ദ ഷെഡ്യൂൾ S where TJ എക്സിക്യൂട്ട്സ് എ റീഡ് ആഫ്റ്റർ TI എക്സിക്യൂട്ട്സ് എ റൈറ്റ്. അപ്പോൾ ഇതിൽ വരുന്ന കണ്ടീഷൻസ് ഒക്കെ എന്താണ്? ഇപ്പോൾ നമ്മുടെ കയ്യിൽ TI എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്, TJ എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് വയ്ക്കാം. ഇപ്പോൾ TI എന്നുള്ളതിൽ ഒരു റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ദെൻ TJയിൽ ഒരു റീഡ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇത് രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ വരുമ്പോൾ TIന്ന് നമ്മുടെ ഗ്രാഫിൽ TI to TJ എന്നുള്ള നോഡിലേക്ക് ഒരു എഡ്ജ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെ വരും? ഈ ഒരു കേസ് കോൺഫ്ലിക്റ്റ് ആണ്, ഇതൊരു കേസാണ്. ദെൻ തിരിച്ചു വരാമല്ലോ, TI TJ ഉണ്ടെങ്കിൽ ഇവിടെ റീഡ് ഓപ്പറേഷൻ വരാം, അത് കഴിഞ്ഞിട്ട് ഇവിടെ റൈറ്റ് ഓപ്പറേഷൻ വരാം. ഓക്കെ, അപ്പോഴും TIന്ന് TJയിലേക്ക് ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാം. തേർഡ് ഓപ്ഷൻ എന്താണ്? TI TJയിൽ 2 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു റൈറ്റ് ഓപ്പറേഷൻ നടക്കുക, ആ റൈറ്റ് കഴിഞ്ഞതിന് ശേഷം TJയിൽ ഒരു റൈറ്റ് ഓപ്പറേഷൻ നടക്കാം. അപ്പോഴും നമ്മൾ എന്താണ്? TI to TJ ഒരു എഡ്ജ് വരയ്ക്കണം. ആ 3 കേസസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, the schedule S is serializable if and only if the precedence graph has no cycles. Cycles ഇല്ലെങ്കിൽ the schedule is serializable ആണ്. അപ്പോൾ if there is a cycle in the precedence graph, cycle present ആണെങ്കിൽ the schedule is not conflict serializable. If there is no cycle, it is schedule is serializable. അപ്പോൾ ആ ഒരു പോയിന്റും ഓർത്ത് വയ്ക്കാം. സോ നമ്മുടെ ക്വസ്റ്റനിൽ നമുക്ക് സീരിയലൈസബിൾ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ അനലൈസ് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ ഈ 2 ട്രാൻസാക്ഷനിലുള്ള ഓപ്പറേഷൻസിനെ നമ്മൾ ഇൻ്റർലീവ്ഡ് ഫാഷനിൽ താഴത്തോട്ടായിട്ട് എഴുതാം. ഇപ്പോൾ T1 എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്, T2 എന്നുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. സോ ആദ്യത്തെ ഓപ്പറേഷൻ എന്താണ്? R1 of X. സോ അത് നമ്മൾ T1ൻ്റെ താഴെ എഴുതി. സോ ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ R2X, അപ്പോൾ അത് കുറച്ച് അതിൻ്റെ താഴെയായിട്ട് R2 of X എഴുതാം. അതിന് ശേഷമാണ് W1 of X. സോ നമുക്ക് ഇവിടെ T1ൻ്റെ താഴെ W1 of X എഴുതാം. ദെൻ R1 of Y ആണ്. സോ R1 of Y. ദെൻ W2 of X, അത് നമ്മൾ ട്രാൻസാക്ഷൻ 2ൻ്റെ താഴെ എഴുതി. ദെൻ ഫൈനൽ വൺ W1 of Y. ഓക്കെ, ദെൻ നമ്മുടെ പ്രസിഡൻസ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യണതിൽ എന്തായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്? എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ട്? 2 ട്രാൻസാക്ഷൻസ് ആണ്. സോ നമുക്ക് നമ്മുടെ ഗ്രാഫിൽ 2 നോട്ട്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ആദ്യം കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ഏതാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഓപ്പറേഷൻ ബാക്കി എല്ലാ ഓപ്പറേഷൻസ് അതർ ട്രാൻസാക്ഷനിലുള്ള ഓപ്പറേഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതും കമ്പയർ ചെയ്യാം. റീഡ് സോ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല. സോ നമ്മുടെ അത് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. ഈ റീഡ് ഓപ്പറേഷനും ഈ റൈറ്റ് ഓപ്പറേഷനും ദേ ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ്, ദേ ആക്സസ് ദി സെയിം ഐറ്റം, അറ്റ്ലീസ്റ്റ് 1 ഓപ്പറേഷൻ ഈസ് റൈറ്റ്. സോ ദേ ആർ കോൺഫ്ലിക്റ്റിംഗ്. അപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ കാണുമ്പോൾ ഇപ്പോൾ എവിടേക്കാണ് എഡ്ജ് വരയ്ക്കുക? T1ൽ നിന്ന് T2ലേക്ക് നമ്മളൊരു എഡ്ജ് വരച്ചു. ഓക്കെ, കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന ഐറ്റം എന്താണ്? എക്സ്. ഇപ്പോൾ നമ്മൾ എക്സ് എന്നുള്ള ഐറ്റമാണ് രണ്ടും റീഡോ റൈറ്റും ചെയ്യുന്നത്. ഞാൻ എക്സ് എന്നുള്ളത് അവിടെ ജസ്റ്റ് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ പ്രോസസ്സ് കഴിഞ്ഞു. അടുത്ത ഓപ്പറേഷൻ എടുക്കുക, R2X. വിത്തിൻ സെയിം ട്രാൻസാക്ഷനിലുള്ള എലമെൻറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. T2ലുള്ള ട്രാൻസാക്ഷൻ T1 ട്രാൻസാക്ഷനായിട്ട് മാത്രം കമ്പയർ ചെയ്യുക കോൺഫ്ലിക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ. ദി ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കണം. അപ്പോൾ R2 of X W1 of X ആയിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ടോ? യെസ്. അപ്പോൾ T2ൽ നിന്ന് T1ലേക്ക് എഗെയിൻ അടുത്തൊരു എഡ്ജ് നമ്മൾ വരച്ചു. അതും കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന ഐറ്റം X ആണ്. ഓക്കെ, അത് കഴിഞ്ഞു.
നെക്സ്റ്റ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. ഇത് റീഡും ആണ്, കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല. R2 of Xും W1 of Yയും ഡിഫറെൻ്റ് ഐറ്റംസ് ആണ്. സോ ഇതും കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല. സോ അതിൻ്റെ ഓപ്പറേഷൻസ് ചെക്കിങ് കഴിഞ്ഞു. ഇനി അടുത്ത എലമെൻറ്റ് എടുക്കാം, W1 of X. W1 of Xും ഇവിടുത്തെ ഓപ്പറേഷൻ W2 of X ആണ്. അത് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഓൾറെഡി T1 നിന്ന് T2ലേക്ക് X എന്നുള്ളത് വരച്ചിട്ടുണ്ട്. സോ വീണ്ടും ആ എഡ്ജ് വരയ്ക്കണം എന്നില്ല. ഓക്കെ, ഓൾറെഡി നമ്മൾ അത് വരച്ചതാണ്. T1 നിന്ന് T2ലേക്ക് എഡ്ജ് ഓൾറെഡി പ്രസൻ്റ് ആണ്. സോ നമ്മൾ വീണ്ടും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത എലമെൻ്റ് എടുക്കുക, R1 of Y. R1 of Y എന്ന് പറയുന്നതും W2 of Xും ആണ്. സോ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എലമെൻറ്റ് W2 of X ആണ്. W2 of Xും അതിന് താഴത്തോട്ടുള്ള എലമെൻറ്റിൽ W1 of Yയും ആണ്. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, അതും ഇവിടെ ആക്സസ് ചെയ്യുന്ന ഐറ്റം X ആണ്, ഇവിടെ ആക്സസ് ചെയ്യുന്ന ഐറ്റം Y ആണ്. സോ അവിടെയും കോൺഫ്ലിക്റ്റ് ഇല്ല. സോ നമ്മൾ എല്ലാ ഓപ്പറേഷൻസും നമ്മൾ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് കണ്ടുപിടിച്ചു. കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഉള്ളതിന് കറസ്പോണ്ടിങ് നമ്മൾ എഡ്ജസ് ഇവിടെ വരയ്ക്കും ചെയ്തു. സോ ഫൈനലി നോക്കിക്കഴിഞ്ഞാൽ ദ റിസൾട്ടൻറ്റ് പ്രിസിഡൻസ് ഗ്രാഫിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ദർ ഈസ് എ സൈക്കിൾ. സോ സൈക്കിൾ പ്രസൻ്റ് ആണെങ്കിൽ, ഇഫ് ദർ ഈസ് എ സൈക്കിൾ, എന്താണ് നമ്മുടെ റിസൾട്ട്? ഇറ്റ് ഈസ് നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. സോ ക്വസ്റ്റിൽ നമ്മുടെ കയ്യിൽ ചോദിച്ചിട്ടുണ്ട്, ഡിറ്റർമൈൻ വെദർ ദ ഫോളോയിങ് ഷെഡ്യൂൾ ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ? നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. സപ്പോസ് ഇത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ആൻ ഇക്വലൻറ്റ് സീരിയൽ ഷെഡ്യൂൾ. പക്ഷേ ഇതിനകത്ത് നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. സോ ദർ ഈസ് നോ ഇക്വലൻറ്റ് സീരിയൽ ഷെഡ്യൂൾ. സോ ഇതിന് കറസ്പോണ്ടിങ് ഒരു സീരിയൽ ഷെഡ്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് റിസൾട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.